ഓക്കെ, നമസ്കാരം. മാഷെ, ഞാൻ കുറെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ ഞാൻ കാണുന്നു, യോഗനെ പറ്റി കുറെ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ കേട്ട് വന്നൊരു വാക്കാണ് അഷ്ടാംഗ യോഗ. സത്യത്തിൽ എന്താണ് ഈ അഷ്ടാംഗ യോഗ? അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നതും അഷ്ടാംഗ യോഗ ആണ് ശരിക്കും. ഈ അഷ്ടാംഗ യോഗ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടാംഗ യോഗ എവിടുന്ന് വന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഈ അഷ്ടാംഗ യോഗ എവിടുന്ന് വന്നു നോക്കുമ്പോൾ യോഗ ഫിലോസഫി എവിടുന്ന് വന്നു എന്നുള്ളത് നോക്കണം. നമ്മുടെ ഭാരതീയ തത്വശാസ്ത്ര മേഖലയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് യോഗ. യോഗയ്ക്ക് മുമ്പ് സാഖ്യമുണ്ട്. അതുപോലെ നമുക്ക് 9 ഫിലോസഫി നമുക്കുണ്ട്, ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയും. അതിൽ രണ്ടാമത്തെ ആണ് യോഗ വരുന്നത്. യോഗയിൽ ഏറ്റവും നമ്മൾ ബേസ് ചെയ്യുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഒരു ബുക്കാണ് യോഗസൂത്രം എന്ന് പറയുന്നത്. പാതഞ്ജലി മഹർഷിയാണ് ഇതിന്റെ ക്രിയേറ്റർ ആണെന്ന് പറഞ്ഞുകൂടാ. കാരണം അദ്ദേഹം അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ബുക്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സൂത്രങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. യോഗസൂത്രം 195 സൂത്രങ്ങൾ മീൻസ് വളരെ നമ്മുടെ ശ്ലോകങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ. ശ്ലോകങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വരികൾ ഉണ്ടാവും, 2, 3, 4 വരികൾ ഉണ്ടാവും. പക്ഷെ സൂത്രങ്ങൾക്ക് അധികം വരികളുണ്ടല്ലോ, വളരെ ഷോർട്ട് ആയിരിക്കും സൂത്രം. അതിനാണ് സൂത്രം എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പം. അതായത് പണ്ട് എഴുത്ത് ലിപി ഇല്ലാത്ത സമയത്ത് എഴുതാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്ക് ആകെയുള്ള ഓപ്ഷൻ എന്താ? ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡാൻസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു പാട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ പാട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ വളരെ ഷോർട്ടായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് 195 സൂത്രങ്ങൾ അടങ്ങിയിട്ടുള്ള യോഗസൂത്രം. അത് പതഞ്ജലി മഹർഷിയാണ് നമുക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പതഞ്ജലി മഹർഷി ഉണ്ടാക്കുന്നത് നല്ലൊരു ലൈഫ് സ്റ്റൈലിന് വേണ്ടി, ഒരു ജീവിത രീതിക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഏത് മാർഗവും പിന്തുടരാം. നമുക്ക് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാം. ആ മതം പറയുന്നത് പോലെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി മതം ഇല്ലാതെ യുക്തിവാദിയായിട്ട് നമുക്ക് ജീവിക്കാം. പക്ഷെ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലേ? ലോകത്തിന്റെ നന്മയ്ക്കും. ധർമ്മമായിരിക്കണം എപ്പോഴും നമ്മുടെ മുതൽക്കൂട്ട്. അതിന് നമുക്ക് ഏത് വഴി വേണമെങ്കിലും പിന്തുടരാം. അതുപോലൊരു വഴിയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ യോഗസൂത്രം തുടങ്ങുന്നത് തന്നെ അധ യോഗ അനുശാസനം എന്ന് പറഞ്ഞിട്ടാണ്. ഇനി നമുക്ക് യോഗയെ അനുശാസിക്കാം, ഇനി നമുക്ക് യോഗയെ പഠിക്കാം എന്ന് പറഞ്ഞിട്ടാണ് യോഗസൂത്രം തുടങ്ങുന്നത്. ആദ്യത്തെ സൂത്രം അതാണ്, അധ യോഗ അനുശാസനം. അധ ശബ്ദത്തിന് നമ്മൾ അനന്തരം എന്ന് പറയാം. ഒരു ശ്രീ എന്ന് നമ്മൾ തുടങ്ങാറില്ലേ? ഏതെങ്കിലും ഒരു രചന ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന്റെ മേലെ നമ്മൾ ശ്രീ അല്ലെങ്കിൽ വെക്കും. പേരിന്റെ മുന്നേക്ക് ശ്രീ ഒരു ഐശ്വര്യത്തിന്റെ ഇതായിട്ട് വെക്കും. അതുപോലെ ശബ്ദമായിട്ടും അതേ പറയാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് യോഗയെ പഠിക്കാം, എപ്പോൾ പഠിക്കാം എന്നാണ് തുടങ്ങുന്നത്. നമുക്കൊരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം, അതിനൊരു യോഗ ഒരു വഴിയാണ്. അപ്പോൾ യോഗ ശരിക്കും 3 വഴികളാണ് പറയുന്നത്. 3 തരത്തിലാണ് യോഗയെ പഠിക്കുന്നത്. 3 തരത്തിൽ വെച്ചാൽ 3 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് പതഞ്ജലി മനുഷ്യന്മാരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 ഗുണങ്ങളുണ്ട്, ത്രിഗുണങ്ങളുണ്ട്. അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണം എന്ന് പറയുന്നത് ഏറ്റവും ധാർമ്മികമായിട്ട് ജീവിക്കുന്നവരും മറ്റുള്ളൊരു അഹിംസയൊക്കെ പാലിച്ച് ജീവിക്കുന്നതായിട്ട് നമ്മൾ കേട്ടാൽ തന്നെ അറിയുന്ന സത്വഗുണങ്ങൾ. തമോ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുൻവിധി ഇല്ലാതെ, അതായത് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു കാര്യമില്ല, എന്താണോ തോന്നുന്നത് അത് ചെയ്യാം. ശരീരം മാത്രമാണ് പ്രധാനം. ശരീരത്തിന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാം. അതിന് അപ്പുറത്തോ ഇപ്പുറത്തോ വേറെ തോട്ടില്ല. സത്വഗുണത്തിൽ ശരിക്കും അവര് അറിവുള്ളവരാണ്. അവര് ധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യാം. രജോ ഗുണം ഇതിന് നടുക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഈ 3 ഗുണങ്ങളിലാണ് നമുക്ക് മനുഷ്യരെ സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരുടെയും 3 ഗുണങ്ങളുണ്ട്.
അത് എത്രത്തോളം സത്വഗുണം കൂടിയിരിക്കുന്നോ അത്രത്തോളം നമ്മൾ സദ്ഗുണ സമ്പന്ന എന്ന് പറയും. എത്രത്തോളം തമോ ഗുണം കൂടിയിരിക്കുന്നോ അത്രത്തോളം നമ്മൾ അതിനെ അവർ അധികൃതരാണെന്ന് അല്ലെങ്കിൽ ക്രൂരന്മാരാന്നൊക്കെ നമ്മൾ പറയും. ദുഷ്ട ആത്മാക്കളാന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ വേറെ രീതിയിലാണ് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഉത്തമ അധികാരി എന്ന് വെച്ചാൽ യോഗ പഠിക്കാനുള്ള അധികാരം സിദ്ധിച്ചവർ. നമുക്ക് എന്തിനും ഒരു ക്വാളിഫിക്കേഷൻ വേണമല്ലോ. അപ്പോൾ ഉത്തമന്മാര്, മധ്യമന്മാര്, അധമന്മാര്. ഉത്തമരായിട്ടുള്ള അധികാരികൾ, ഇത് പഠിക്കാൻ യോഗ്യരായിട്ടുള്ളവർ. മധ്യമന്മാര് യോഗ്യരാണോ എന്ന് വെച്ചാൽ ആണെന്നും പറയാം, എന്നാൽ വേണ്ടത്ര ക്വാളിറ്റി ഇല്ല, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മധ്യമന്മാര്. ഓക്കെ, മാഷിപ്പം പറഞ്ഞു യോഗ്യരായവര്. എങ്ങനെ യോഗ്യരായവരെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? യെസ്, ഈ യോഗ്യരായവരെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതും യോഗസൂത്രം തന്നെ പറയുന്നുണ്ട്. ഈ സൂത്ര രചനയില് ഒരു കാര്യമുള്ളത്, ഈ സൂത്രങ്ങൾ കണക്ട് ചെയ്ത് പോകുന്ന ഒരു സാധനം. അതിനകത്ത് അതുപോലെ ഫിലോസഫി, നമ്മുടെ ഇപ്പൊ യോഗ ഇന്ത്യൻ ഫിലോസഫി വരുന്ന പറഞ്ഞു, യോഗയിൽ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. വേദങ്ങളതില്ല. അത് വേറൊരു ഇതിൽ നമ്മൾ പോകേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. അതായത് ഇന്ത്യയിലെ, ഭാരതത്തിലെ മുമ്പുണ്ട സനാതന ധർമ്മത്തില് മുനിധാര, ഋഷിധാര എന്ന് പറഞ്ഞ 2 വഴിക്കാണ് അറിവ് പകർന്നു വരുന്നത്. അതിൽ ഋഷിധാര വഴിക്ക് വരുന്ന പിന്നെ സൃഷ്ടികൾക്ക് ക്വസ്റ്റ്യൻസ് ഇല്ല. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. എന്താണോ പറയുന്നത് അത് ചെയ്യാം. വേദങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങളിൽ മാറ്റം വരുത്താനുള്ള അധികാരം നമുക്കില്ല. അതെന്താണോ പറയുന്നത് അത് ചെയ്യാം, അത് അതുപോലെ ഉച്ചരിക്കുക എന്നുള്ളതാണ്. മുനിധാരയിൽ വരുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. അതിങ്ങനെ എന്താ പറയാ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്കതിനെ മാറ്റാനുള്ള അധികാരം ആർക്കുണ്ട്? നമുക്കുണ്ട്. അപ്പം ഇവിടെ ഈ സൂത്രങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അതിനകത്ത് ഇതിന്റെ സമാധാനം കിട്ടുന്നുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു വരാം. ഇപ്പോ ഈ 3 ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, അത് എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നു ചോദിച്ചു കഴിഞ്ഞാല്, ഈ യോഗസൂത്രം നമ്മൾ 10ാം ക്ലാസ് പരീക്ഷ ആദ്യം അറ്റൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ഒന്നിലൊന്നും പഠിച്ചിട്ടില്ല. നമുക്ക് 15 വയസ്സ് വരെ നമ്മളെ കളിച്ച് നടന്നു. നമ്മൾ 15ാമത്തെ വയസ്സിൽ SSLC അപ്രോച്ച് ചെയ്യുന്നു. എന്താ സംഭവിക്കുക? നമ്മൾ SSLC ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്നും അറിയില്ല അല്ലെ? ഈ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മളോട് പറയാ, SSLC പോയിട്ട് പഠിച്ചു, SSLC 10ാം ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചത് ആകെ, പക്ഷെ 10ാം ക്ലാസ് പഠിക്കാൻ നോക്കിയിട്ട് നമുക്ക് ഒന്നും അറിയില്ല. നമ്മളോട് അവിടുത്തെ മാഷ് പറയാ, നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചാലേ 10ാം ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നേരെ 9ാം ക്ലാസ്സിലേക്ക് പോവാം. 9ാം ക്ലാസ് പഠിച്ചപ്പോഴോ അവിടെയും അറിയണില്ല, 8ാം ക്ലാസ് പഠിക്കണം. ബാക്കിലേക്ക് പഠിച്ച് നമ്മൾ 1ാം ക്ലാസ്സിലേക്ക് എത്തും. 1ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 1ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കോ നമുക്ക് എല്ലാം ഒന്നിച്ചു വരിക അല്ലേ? അപ്പൊ അതുപോലെയാണ് നമുക്ക് യോഗസൂത്രം വായിച്ചാൽ മനസ്സിലാവുക. ആദ്യം തന്നെ ഒരു വഴി പറയും, യോഗ ചിത്തവൃത്തി നിരോധ. യോഗ എന്ന് പറയുന്നത് ചിത്തവൃത്തികളുടെ നിരോധനമാണ്. അപ്പൊ എന്താ ചിത്തം, എന്താ വൃത്തികൾ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. ചിത്തം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു മൾട്ടിപ്ലക്സറിൽ മൂവി കാണാൻ വേണ്ടി പോകും. മൂവി കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ടാ ഒരു വൈറ്റ് സ്ക്രീനാ അല്ലെ? ഈ വൈറ്റ് സ്ക്രീൻ നമ്മൾ ചിത്തമായിട്ട് ഉപയോഗിക്കുക. പിന്നെ എന്താ കാണുന്നത്? പടം തുടങ്ങുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ബാക്കിൽ നിന്ന് കുറെ ലൈറ്റ്സ് അതിലേക്ക് വരും. അപ്പൊ ഓരോ ഇമേജസ് ആയിട്ട് ഈ ഇത് മാറും. പിന്നെ നമ്മൾ അവിടെ വൈറ്റ് സ്ക്രീൻ അല്ല കാണുന്നത് അല്ലേ, ഒരു സീൻ ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ചിത്തം എന്ന് പറയുന്നത്. അതിലേക്ക് തോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ചിത്തം എന്താവും? ഈ ചിന്തകളാവും. യോഗ പറയുന്നത്, ഈ ഏത് ചിന്തയാണോ നമ്മളുടെ ചിത്തത്തിൽ അപ്പോൾ ഉള്ളത്, അതായിരിക്കും നമ്മളുടെ അപ്പോഴത്തെ സ്വഭാവം, അല്ലെങ്കിൽ അപ്പോഴത്തെ നമ്മളെന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ. അപ്പം ഈ തോട്ടുകളെ, ഈ ബണ്ടിൽ ഓഫ് തോട്ട്സ്, ചിന്തകളുടെ ഒരു കൂട്ടം, നമ്മളൊരു സെക്കൻഡിൽ എത്ര തോട്ട്സുകൾ നമ്മുടെ ഉള്ളിൽ വന്നു പോകും. അപ്പൊ ഈ ചിന്തകളുടെ കൂട്ടം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ നമ്മളുടെ ചിത്തം ആ ചിന്തകളായിട്ട് മാറുന്നു. നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ് നമ്മളായിട്ട് മാറുന്നത്. അപ്പോ ഈ ചിന്തകളെ നിരോധിച്ചു കഴിഞ്ഞ്, അതായത് ഈ തോട്ട്സിനെ കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാല്, നമുക്ക് അങ്ങനെ നമ്മുടെ തോട്ടുകളൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും. ചിന്തകളെ ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന്
ചിന്തകളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ പഠിക്കുന്നത്. ഉം. അപ്പം യോഗയുടെ ആദ്യം പറയാണ് യോഗ ചിത്തവൃത്തി നിരോധ. ഉം. യോഗ എന്ന് പറയുന്നത് ഈ ബണ്ടിൽ ഓഫ് തോട്ട്സിനാണ് വൃത്തികൾ എന്ന് പറയുന്നത്. ഉം. അപ്പം ഈ ബണ്ടിൽ ഓഫ് തോട്ട്സിനെ നിരോധിക്കലാണ് യോഗ എന്നാണ് പറയുന്നത്. ഉം. അപ്പം എങ്ങനെ നിരോധിക്കാം? അതിനു മുന്നേ എന്തൊക്കെയാണ് വൃത്തികൾ, എന്താണ് ചിത്തം, ചിത്തത്തിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഉം. ഏതില്? യോഗയിൽ പഠിക്കും. യോഗ സൂത്രത്തിൽ നമ്മൾ പഠിക്കും. അപ്പോൾ യോഗസൂത്രത്തിന്റെ ആദ്യം 4 പാദങ്ങളിലായിട്ടാണ് യോഗസൂത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. സമാധിപാദം, സാധനാപാദം, വിഭൂതിപാദം, കൈവല്യപാദം. ഇതിൽ സമാധിപാദം നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ചിത്തവൃത്തി നിരോധ പറഞ്ഞ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഈ വൃത്തികളെ ഇല്ലാണ്ടാക്കാൻ അതിലൊരു മാർഗം പറയുന്നുണ്ട്. എന്താ? അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. ഇപ്പൊ ഹരിത ചോദിച്ച എങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? പറ്റും. എന്താ പറ്റുന്നത്? എന്താ വഴി? അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. അപ്പൊ എന്താണ് അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഇതിനെ ഇല്ലാണ്ടാക്കാം? എന്താണ് അഭ്യാസം? തത്ര സ്ഥിതോ യത്നോ അഭ്യാസം എന്നാണ് യോഗസൂത്രം പറയുന്നത്. അതായത് നിരന്തരമായിട്ട് രാവിലെ 1 മണിക്കൂർ യോഗ ചെയ്യുന്ന കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ മാഷ്, വേറൊരു ഡൗട്ട്. അപ്പൊ മാഷ് പറഞ്ഞു 1 മണിക്കൂറല്ല യോഗ ചെയ്യേണ്ടതെന്ന്. സത്യത്തിൽ ഇപ്പൊ നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ യോഗ ചെയ്യണം? അപ്പൊ ഹരിത പറഞ്ഞ യോഗയും നമ്മൾ സംസാരിക്കുന്ന യോഗയും വ്യത്യാസമുണ്ട്. അതായത് ഹരിത ഇപ്പൊ ചോദിച്ചത് നമ്മൾ എത്ര മണിക്കൂർ യോഗ ചെയ്യണം എന്നാണ്. ഹരിത സംസാരിച്ചത് എത്ര മണിക്കൂർ യോഗാസനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുന്ന യോഗയെ കുറിച്ചാണ്. അതിന്റെ എന്താണ് വ്യത്യാസം ഉള്ളത് നമുക്ക് അഷ്ടാംഗ യോഗയിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അത് രണ്ടും രണ്ടായിട്ടാണ് വരുന്നത്. അപ്പൊ എന്താണ് യോഗാസനം, എന്താണ് അഷ്ടാംഗ യോഗ, എന്താണ് യോഗ? അപ്പൊ യോഗ എന്ന് വെച്ചാൽ ഒരു 90%, 99% മൈൻഡുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലേ? അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം ഈ വൃത്തികളെ നിരോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കാം? നമ്മളുടെ സോൾ അതിന്റെ പ്യുവർ ഫോമിൽ കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഏത് തോട്ടാണോ നമ്മളെ ഭരിക്കുന്നത് നമ്മൾ ആ തോട്ടിന്റെ രൂപത്തിലായിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പം നമുക്ക് ദേഷ്യമാണെങ്കിൽ മുഴുവൻ സമയം നമ്മൾ ദേഷ്യക്കാരനായിട്ട് നമ്മൾ മറ്റുള്ള ദേഷ്യമാണ് നമ്മൾ ഭരിക്കുന്നതെങ്കിൽ നമ്മൾ ദേഷ്യക്കാരനായിട്ടായിരിക്കും അവിടെ കാണപ്പെടുക, അല്ലേ? സമാധാനമാണെങ്കിൽ നമ്മൾ സമാധാനം ഉള്ള ആളായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഏത് തോട്ടാണോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ തോട്ടിലായിരിക്കും നമ്മൾ അറിയപ്പെടുക. അപ്പോൾ ഇങ്ങനെ നിരോധിക്കാം. എങ്ങനെ നിരോധിക്കാം? അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നിരോധിക്കാം. എന്താണ് അഭ്യാസം? നിരന്തരമായി യോഗ ചെയ്യാം. അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. വൈരാഗ്യം എന്താ? ദേഷ്യം എന്നുള്ളതല്ല. ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വൈരാഗ്യത്തെ നമുക്ക് എല്ലാം ഡിറ്റാച്ച്മെന്റ്, അതാണ് വൈരാഗ്യം. ഡിറ്റാച്ച്മെന്റിൽ ജീവിക്കുക. അപ്പം ഇവിടെ ഒരു ചോദ്യം, ഇത് നമുക്ക് പറ്റുമോ? ഇതിങ്ങനെ അതിന്റെ ആ ഡിറ്റാച്ച്മെന്റ് എങ്ങനെ സംഭവിക്കുന്നു? ഈ അഭ്യാസ വൈരാഗ്യം പരിശീലിക്കുമ്പോൾ, അത് പരിശീലിക്കാനുള്ള വഴിയൊക്കെ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ പരിശീലിക്കുമ്പോൾ നമുക്ക് പറ്റുമോ? അങ്ങനെ പരിശീലിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ പ്രശ്നങ്ങൾ എങ്ങനെ റിക്കവർ ചെയ്യാം? ഇതൊക്കെ പറയുന്നുണ്ട്. അവസാനം സമാധിപാദത്തിന്റെ എൻഡ് എത്തുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും. എന്താണ്? ഇത് നമുക്ക് പറ്റുമോ? അപ്പൊ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? നമ്മൾ 10ാം ക്ലാസ്സിൽ പോയപ്പോ ഉണ്ടായതാ, ഇത് പാടാണ്. അപ്പോ അവിടെ മഹർഷി പറയാ, സാരില്ല, നിങ്ങൾ അടുത്ത 9ാം ക്ലാസ്സിലേക്ക് പൊക്കോളൂ, അടുത്ത പാദത്തിലേക്ക് പൊക്കോളൂ. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ ഉത്തമന്മാരല്ല. കാരണം ഇത് ഉത്തമന്മാർക്കുള്ള വഴിയാണ്. അപ്പൊ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നു. നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന എന്താ? ഉത്തമന്മാർക്കുള്ള. നമ്മൾ ഉത്തമന്മാരാണെന്നാണല്ലോ നമ്മുടെ ഒരു ഭാവം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉത്തമന്മാർക്കുള്ള പോയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കി. പക്ഷെ നമ്മൾ ഉത്തമന്മാരല്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു, ഇതെനിക്ക് പറ്റില്ല, അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത പാദം സാധനാപാദത്തിന്റെ ആദ്യം പറയാം, നിങ്ങൾ ഈ വഴി നിങ്ങളൊന്ന് ശീലിച്ചു നോക്കും. മറ്റു നിങ്ങൾക്ക് നടക്കില്ല. ചിത്തവൃത്തികളെ നിരോധിക്കൽ നിങ്ങൾക്ക് പറഞ്ഞ പണിയല്ല. നിങ്ങൾ അടുത്ത് നോക്കൂ. അതാണ് ക്രിയായോഗ. ക്രിയായോഗയിൽ പറയുന്നത് തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ പ്യുവർ ഫോമിലേക്ക് എത്താം. എന്താണ് തപസ്? തപസ് നമ്മൾ മനസ്സിലാക്കിയ തപസ് എന്തായിരിക്കും? തപസ്സിരിക്കുക. അതല്ല തപസ്. തപസ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് 100% ആത്മാർത്ഥതയോടെ അത് ചെയ്യാം. അതിനാണ് തപസ്. ഇപ്പൊ
ഇപ്പോൾ ഹരിത ചെയ്യുന്ന വർക്ക്, ഹരിതയുടെ പ്രൊഫഷൻ, ആ പ്രൊഫഷൻ ഹരിതയുടെ തപസ്സായിരിക്കണം. തപിപ്പിക്കുന്നത് എന്താണ്? അതാണ് തപസ്. നമ്മൾ അതിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക. അതിന്റെ റിസൾട്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ആഗ്രഹിക്കുക, എന്തും ആയിക്കോട്ടെ, നമ്മൾ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യും. ഇതാണ് തപസ്. പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒട്ടും എക്സ്പെക്ടേഷൻ പാടില്ല. ഓക്കെ. എക്സ്പെക്ടേഷൻ ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യാം. ആ വർക്കിന്റെ റിസൾട്ട് ആരാ തരുന്നത്? ഈശ്വരനാണ് തരുന്നത്. ഈ വർക്ക് ആർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്? ഇത് ഈശ്വരന് വേണ്ടി ചെയ്യും. അതാണ് ഈശ്വര പ്രതിദാനം. നമ്മൾ ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടീസും, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ സമർപ്പിച്ച് ചെയ്യാം. ഇത് ആര് പറഞ്ഞു ചെയ്യുന്നു? ഈശ്വരന് വേണ്ടി ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ റിസൾട്ട് ആര് തരണം? ഈശ്വരൻ തരണം. ഇപ്പം നമ്മള് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു വീട്ടമ്മ എന്ന് വിചാരിക്കുക, ഹൗസ് വൈഫ്. അവർ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന തോട്ടം ധരിക്കും, അവരുടെ സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കി ഇത് ഹസ്ബൻഡിന് കൊടുക്കുമ്പോൾ രണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയണം. ഇത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ഇത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വേറെ എന്തെങ്കിലും ഓഫീസിലോ ബിസിനസ്സായിട്ടോ എന്തെങ്കിലും തിരക്കൊക്കെ ആണെങ്കിൽ ജനറലി പുള്ളിക്കാരൻ അത് റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ കഴിച്ചിട്ട് മര്യാദക്ക് പോകും. ഈ വാക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ത്രീക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വിഷമം ഉണ്ടാക്കും. അപ്പോ അവിടെ എന്താ പറ്റിയത്? എക്സ്പെക്ട് ചെയ്തു, കിട്ടിയില്ല. പക്ഷെ അത് നോക്കൂ, ഇപ്പൊ ഒരു കാറ്ററിംഗ്, ആ കാറ്ററിംഗിന്റെ ആളെ ആരാണ് ഏർപ്പാടാക്കുന്നത്? ഏത് പ്രോഗ്രാമിനാണ് ആ പ്രോഗ്രാമിന്റെ ടോട്ടലുള്ള ഒരാളായിരിക്കും അത് ഇത് ചെയ്യുന്നത്. ആ കാറ്ററിംഗുകാരൻ ഫുഡ് കൊണ്ടുവന്നോട് വെച്ചു, അയാൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ കാറ്ററിംഗുകാരൻ ഈ കഴിക്കുന്നവരുടെ ഒരു ഫീഡ്ബാക്ക് ആണ് എടുക്കുക, അല്ലെങ്കിൽ ഓണറുടെ ഫീഡ്ബാക്ക് ആയിരിക്കും എടുക്കുക. അതായത് ഓണറാണ് അയാൾക്ക് പേയ്മെന്റ് തരുന്നത്, അതുകൊണ്ട് മറ്റേ പുള്ളിക്കാരൻ നിങ്ങൾക്ക് പേയ്മെന്റ് തരില്ല എന്ന് പറഞ്ഞാലും പുള്ളിക്ക് പ്രശ്നമില്ല. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ഈശ്വരൻ എന്നോടത്ത് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഈ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നതിന് എനിക്കൊന്നും വേണ്ട എന്നുള്ള രീതി നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഈ ഒരു ജസ്റ്റ് ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്തില്ല, സങ്കടമില്ല. നേരെ മറിച്ച് കിട്ടിയാലോ സന്തോഷം തോന്നുന്നു. എക്സ്പെക്ടേഷൻ ഇല്ല അവിടെ. അപ്പൊ ഈ എക്സ്പെക്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ക്രിയായോഗം നമുക്ക് ചെയ്യാൻ എളുപ്പം. അതിന്റെ കൂടെ സ്വാധ്യായം ചെയ്യാം, പഠിക്കുക. നമ്മൾ എപ്പോഴും ഇങ്ങനെ ലേണിങ് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ കുറിച്ച് പഠിക്കുക, നമ്മളുടെ ഗുരുക്കന്മാർ പറഞ്ഞിരുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ക്രിയായോഗ എന്ന് പറയുന്നത്. ഈ ക്രിയായോഗ പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഇതുപോലെ ചോദിക്കും. അപ്പൊ ഈ ക്രിയായോഗ ചെയ്യുമ്പോഴും കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. എന്തൊക്കെ വരുമ്പോഴും നമ്മൾ ഈശ്വരനെ കൊണ്ടുപോയിട്ട് കൈക്കൂലി കൊടുത്തിട്ട് കാര്യം നേടുന്ന മക്കളാണല്ലോ. അപ്പോ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് നടന്നില്ലെങ്കിലോ, നമ്മള് ഒരു എക്സാം പാസ്സാവാൻ പുഷ്പാഞ്ജലി കഴിച്ചു അമ്പലത്തിൽ പോയിട്ട്. അപ്പൊ പുഷ്പാഞ്ജലി കഴിക്കണോ ഭണ്ണാരത്തിൽ പൈസ ഇട്ടാൽ മതിയോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, നമുക്ക് അവിടെയും എക്സ്പെക്ടേഷൻ ഉണ്ട്, അത് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ കുറെ തടസ്സങ്ങളൊക്കെ വരും. കുറെ തടസ്സങ്ങൾ, ഇപ്പൊ യോഗ ഇതൊക്കെ ശീലിക്കുമ്പോൾ ഒബ്സ്റ്റക്കിൾസ് ഒരുപാട് വരും. അപ്പൊ ഈ ഒബ്സ്റ്റക്കിൾസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പോവാം. പറഞ്ഞു പോയിട്ട് അവസാനം ചോദിക്കും, ഇത് ഓക്കെ ആണോ? ഓക്കെ അല്ല, ഇതും നമുക്ക് ഓക്കെ അല്ല. അപ്പോ ആണ് പുള്ളി പറയാ, അപ്പൊ നിങ്ങള് മധ്യമന്മാരും അല്ല, നിങ്ങൾ മധ്യമന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടുത്താൻ പറ്റില്ല, നിങ്ങൾ LP സ്കൂളിൽ തുടങ്ങണം എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ ഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാകുന്നത് നമ്മൾ ഉത്തമന്മാരും അല്ല, നമ്മൾ മധ്യമം അല്ല. ഉത്തമന്മാരല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, മധ്യമന്മാരായിരിക്കും അല്ലെ. നമ്മളെ കുറിച്ച് നമ്മൾ അങ്ങനെ ഒരു ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, നല്ല ആൾക്കാരൊന്നും അല്ല, എന്നാൽ തീരെ പോയ ആൾക്കാരും അല്ല, ഒരു മിഡിൽ ഇതാണ് നമ്മൾ നിൽക്കുക എന്നാണ് നമ്മുടെ ബോധം. ഇവിടെ ആ ബോധം ആ അഹങ്കാരത്തെ ഉടച്ചു കളയും. എന്നിട്ട് പറയും, നിങ്ങളപ്പോൾ അടുത്ത ബാക്കിയുള്ള ആൾക്കാരാണല്ലോ, അതായത് മന്ദന്മാർ എന്നാ പറയാ, മന്ദ അധികാരികൾ അല്ലെങ്കിൽ അധമരായിട്ടുള്ള അധികാരികൾ. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല, എന്നാലും വേണമെങ്കിൽ പഠിച്ചോ എന്നുള്ള ഘട്ടത്തിലാണ് അടുത്ത മൂന്നാമത്തെ കാറ്റഗറി. അതിൽ പറയുന്നതാണ് അഷ്ടാംഗ യോഗ. അഷ്ടാംഗ യോഗയില് നമുക്കറിയാം 8 അംഗങ്ങളാണ്. ഈ 8 അംഗങ്ങൾ എന്തൊക്കെയാ നമ്മൾ പറയുമ്പോൾ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഈ 8 അംഗങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ അഷ്ടാംഗ യോഗ പഠിക്കുക. അപ്പോൾ ഈ 8 അംഗങ്ങളാണ് അഷ്ടാംഗ യോഗയിൽ വരുന്നത്. അപ്പം
ഈ 8 അംഗങ്ങൾ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ 8 അംഗങ്ങൾ പഠിക്കുന്നപ്പം മറ്റേ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പഠിച്ചു, പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഈ 8 അംഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കൂടെ പറ്റും. നമ്മൾ ഈ അധമന്മാരിൽ നിന്നും ഉത്തമന്മാരിലേക്കുള്ളൊരു യാത്രയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, ധാരണ, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. അപ്പോൾ ആദ്യം വരുന്നത് യമമാണ്. പക്ഷെ നമ്മൾ ഈ യമവും നിയമവും ആദ്യത്തെ 2 അംഗങ്ങൾ, യമവും നിയമവും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ യമവും നിയമവും കഴിഞ്ഞിട്ടാണ് ആസനം പഠിക്കേണ്ടത്. പക്ഷെ നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്ന ആസനത്തിലാണ് എല്ലായിടത്തും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ യമം നിയമം എല്ലാവരും വിട്ടുകളിയാം. അതെന്താന്ന് ചോദിച്ചാല്, ശരിക്കും യമവും നിയമവും ഒരു തിയറി പഠിച്ച് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 8 അംഗങ്ങളിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ എന്താന്ന് നോക്കാം. യമം, നിയമം. അത് പറഞ്ഞു കഴിയുമ്പം ഹരിതക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ട് ആൾക്കാർ പഠിക്കാനെന്ന് മനസ്സിലാവും. യമം എന്ന് പറയുന്നത് അഹിംസ. യമത്തിന് 5 അംഗങ്ങളുണ്ട്, 5 കാര്യങ്ങളുണ്ട്. അഹിംസ, സത്യമസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം. ഈ 5 കാര്യങ്ങളാണ് യമങ്ങൾ വരുന്നത്. ഈ യമത്തില് നമ്മൾ ആദ്യം പഠിക്കുന്ന അഹിംസ. എന്താണ് അഹിംസ? ഹരിത മനസ്സിലാക്കിയ അഹിംസ എന്താ? അഹിംസ എന്ന് പറയുമ്പോൾ ഹിംസിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക ഒക്കെ ശരിയാണ്. യോഗയിൽ ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അഹിംസക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ ഇതാണ്: മനസ്സ വാച കർമ്മണ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. ഇത് യമത്തിന്റെ 1ാമത്തെ അംഗം. യമത്തിലെ 1ാമത്തെ അഹിംസ. അടുത്ത എന്താ? സത്യം. സത്യം പാലിക്കുക. യമനിയമങ്ങൾ പാലിക്കേണ്ടതാണ്. അപ്പൊ സത്യം പാലിക്കുക. എന്താണ് സത്യം? സത്യം അത്ര നമുക്ക് അറിയില്ല അല്ലേ? നമ്മൾ പറയാറുണ്ട് ഞാൻ സത്യമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്റെ പെർസ്പെക്റ്റീവിൽ അത് സത്യമാണെന്നൊക്കെ പറയും. ഇപ്പൊ സത്യത്തിന് അങ്ങനെ കുറെ പെർസ്പെക്റ്റീവ് ഉണ്ടോ? ശരിക്കും സത്യത്തിന് ഒരു കൃത്യമായ ഡെഫിനിഷൻ യോഗ പറയുന്നുണ്ട്. എന്താണ് സത്യത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒരേ കാര്യമാണെങ്കിൽ അത് സത്യമായിരിക്കും. നമ്മളുടെ ഈ 3 കാര്യങ്ങൾ ഒരേപോലെ ആണെങ്കിൽ അത് സത്യമായിരിക്കും. നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾ സത്യമാണെന്ന് പറയുന്ന 90% കാര്യങ്ങളും ഈ 3 എണ്ണം ഒരുപോലെ വരില്ല. നമ്മൾ ചിന്തിക്കുന്നത് വേറൊന്നായിരിക്കും, പറയുന്നത് വേറൊന്നായിരിക്കും, ചെയ്യുന്നത് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ കാര്യമായിരിക്കും. ഇത് 3ഉം കറക്റ്റായിട്ട് വരാത്തടത്തുള്ള സത്യമല്ല ശരിക്കും. ഇതാണ് യോഗയിൽ ഈ സാധനം നമ്മൾ പാലിക്കണം. അപ്പൊ അഹിംസ, സത്യം. അടുത്തത് അസ്തേയം. എന്താണ് സ്ഥേയം എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടില്ല. സ്ഥേയം എന്ന് വെച്ചാൽ മോഷ്ടിക്കുക എന്നാണ് അർത്ഥം. അസ്തേയം എന്ന് വെച്ചാൽ മോഷ്ടിക്കാതിരിക്കുക. ഈ മോഷണം എന്ന് പറയുന്നതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ? മറ്റുള്ളവരുടെ സാധനങ്ങൾ അപഹരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ച മോഷണം. എന്നാൽ യോഗയിൽ മോഷണത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സ്ഥേയം മോഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ വേസ്റ്റ് നമ്മൾ ഒരുപാട് വേസ്റ്റ് ആക്കുന്നു എന്ന് വിചാരിക്കാം. വേസ്റ്റ് ആക്കി കളയുന്നു. ശരിക്കും അത് മോഷണമാണ്. എന്താണ് മോഷ്ടിക്കുന്നത്? കോടിക്കണക്കിന് ആൾക്കാർ ഈ ഭൂമിയിൽ പട്ടിണി കിടക്കുന്നുണ്ട്. അപ്പം ഈ ഭക്ഷണം ശരിക്കും നമുക്ക് വേണ്ടാത്തതാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവകാശി വേറെ ആരുമാണ്. നമ്മൾ അവരെ ഭക്ഷണം മോഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, ശരിക്കും അവർക്ക് നീതി നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള മോഷണത്തിന്റെ പരിധി ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മൾ അനാവശ്യമായിട്ട് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന പലതും മോഷണമായിട്ട് വരും. നമ്മൾ ഒരാൾക്ക് ഉപയോഗിക്കേണ്ട സാധനം നമ്മളാണ് സ്വന്തമാക്കിയിരിക്കുന്നെങ്കിൽ അത് മോഷണമാണ്, അല്ലേ? അതുകൊണ്ട് ഈ മോഷണത്തിന്റെ പരിധിയിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം. അപരിഗ്രഹം എന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ സംഭരിച്ചു വെക്കാതിരിക്കും. ആവശ്യത്തിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് വേണ്ട. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഹരിതയുടെ വീട്ടില് അടുക്കളയിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡൈനിങ് റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ ഷോക്കേസിൽ കുറെ പാത്രങ്ങൾ ഉണ്ടാവും. അതൊരിക്കലും ഉപയോഗിക്കില്ല, ഇല്ലേ? നമ്മൾ എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് പൊട്ടിയ പാത്രത്തിലായിരിക്കും, ഇല്ലേ? അപ്പം ഇതെന്തിനാണ് അത് ശേഖരിച്ചവിടെ വെച്ചിരിക്കുന്നത്? അത് യോഗയിൽ പാടില്ല. യമത്തിൽ അപരിഗ്രഹം എന്ന് വെച്ചാൽ
ആവശ്യത്തിൽ കൂടുതൽ ഒന്നും തന്നെ സംഭരിച്ചു വെക്കാതിരിക്കുക എന്നുള്ളത്. ഓക്കെ. അപരിഗ്രഹം. ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആശ്രമ വ്യവസ്ഥക്ക് അനുസരിച്ചിട്ട് ജീവിക്കാം. അതായത് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. 12 വയസ്സ് വരെ ബാല്യകാലം, പിന്നെ കൗമാരകാലത്തൊക്കെ നമ്മൾ ബ്രഹ്മചാരികളായിട്ട് ജീവിക്കാം. അത് കഴിഞ്ഞിട്ട് ഗാർഹസ്ഥ്യത്തിലേക്ക് വരുമ്പോൾ, കല്യാണം കഴിഞ്ഞ് ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കാം. പിന്നെ നമ്മൾ സന്യാസത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ജീവിക്കാം, വാനപ്രസ്ഥത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ജീവിക്കാം, ആ രീതിയിൽ ജീവിക്കാം. ഈ 5 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പഠിക്കുന്നതോടൊപ്പം പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഇതാണ് യമം. ഇപ്പൊ മനസ്സിലായോ ഹരിതയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മളെവിടെയും യമനിയമങ്ങൾ കേൾക്കുന്നില്ല, ആസനങ്ങൾ മാത്രം കേൾക്കുന്നു എന്ന് മനസ്സിലായോ? കാരണം ഇത് നമ്മുടെ ഉള്ളിൽ ഇത് വന്ന് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വന്നാൽ മാത്രമേ ഇത് പഠിച്ചിട്ട് വേണം ശരിക്കും അടുത്ത ഘട്ടം നിയമം പഠിക്കാൻ. അപ്പൊ നമുക്ക് ഇന്ന് യമത്തിൽ നിർത്താം. ബാക്കിയുള്ള 7 അംഗങ്ങളെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ മാഷേ, താങ്ക് യു.